3. Assalamualaikum. Waalaikumsalam. Apa kabar? Baik. Kita enjoy. Renang-renang. Setiap hari enjoy. Tidak ada pekerjaan. പണിയൊന്നും എടുക്കണ്ട, എൻജോയ് ചെയ്തോളാം ഫുള്ള്. ഭയങ്കര നീന്തലാട്ടത്. మీరు గ్యాంగ్స్టర్ ఎందుకు అయ్యారు? Selamat pagi guys. It's another beautiful day from Indonesia. ഇന്തോനേഷ്യയിൽ നിന്ന് വേറെ നല്ല അടിപൊളി മനോഹരമായ ഒരു ദിവസമാണ്. രാവിലെ 7:30 ആയിട്ടുള്ളൂ. യു ഓൾ നോ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 7:30 ആയപ്പോൾ തന്നെ റോഡെല്ലാം ലൈവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നീന്തൽ പഠിക്കാനാണ് പോകുന്നത്. ഇവിടെ ഇന്തോനേഷ്യയിൽ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം നീന്താൻ അറിയാം കേട്ടോ. കാരണം ഈ വെള്ളമായിട്ട് ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് ഒരുപാട് നദിയും കുളവും കടലും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും നീന്താൻ അറിയാം. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നേ സംസാരിക്കുന്ന സമയത്ത് ഈ നീന്തലിനെ പറ്റി സംസാരിച്ചു. എനിക്ക് നീന്തൽ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീന്തൽ അറിയില്ല എന്നാൽ നീ നീന്തൽ പഠിച്ചേ പറ്റൂ. റഫ് ശരിക്കും പറഞ്ഞാൽ ചെറുതിൽ അത്ലറ്റ് ആയിരുന്നു കേട്ടോ. അവരുടെ ഭർത്താവിന് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നാണക്കേട് അവർക്കല്ലേ എന്തോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഈ കാർഡ് വേണം കേട്ടോ. ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇവിടെ മുന്നേ വർക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ. ഈ ഒരു കോംപ്ലക്സിലാണ് നമ്മൾ നീന്താൻ വരുന്നത്. ഈ കാണുന്ന ഫുള്ള് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരു ബിൽഡിംഗ് കാണുന്നത് ബോൾ റൂമാണ് കേട്ടോ. ഇവിടുത്തെ ഫങ്ഷൻസൊക്കെ അവിടെ വെച്ചാൽ നടക്കുക. നിറയെ പഴയ മരങ്ങളുള്ള ഒരു സ്ഥലം കേട്ടോ. നമ്മുടെ നാട്ടിലെ കോളേജിലൊക്കെ കുറേ വലിയ മരങ്ങളുണ്ടാവുമല്ലോ, അതുമാതിരിയുള്ള സ്ഥലമാണ്. ഇതിനുള്ളിലാണ് സ്കൂളുണ്ട്, ഇതിനുള്ളിൽ നമസ്കാര പള്ളിയുണ്ട്, കുറേ ഓഫീസുകളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാർട്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഈ പുസ്രി എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്, പുപ്പുക് ശ്രീവിജയ എന്ന് പറഞ്ഞ കമ്പനിയിൽ പണിയെടുക്കുന്ന വലിയ ഓഫീസേഴ്സിൻ്റെയൊക്കെ അവരുടെയൊക്കെ താമസം ഇവിടെയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്തോനേഷ്യയിലും കുളത്തിന് കുളം തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇതൊരു കുളമാണ്, കുളം തെരാത്തൈ എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ അവിടെ. കുളം എന്നാണ് ഇവരും പറയുന്നത്, കുളമല്ല കുളം എന്ന് പറയും കേട്ടോ. ഇതെല്ലാം ഓരോരോ ഓഫീസുകളാണ്, പല ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ്. നല്ല വീടുകൾ കണ്ടോ. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലുള്ള ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ. ഇവിടെ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സുകളാണ്. വലിയ ഉദ്യോഗസ്ഥർ മാത്രമേ ഇവിടെ താമസിക്കുള്ളൂ. ചിലപ്പോൾ ഇവിടെ പോലീസ് താമസിക്കുന്നുണ്ടാവും, ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ് ഒക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് ഫുള്ള് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതാണ് കേട്ടോ നീന്തൽക്കുളം. നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു കേട്ടോ. നീന്തൽക്കുളം ഇതാണ്. ഇവിടെ ഒരാൾ ക്ലീൻ ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ. Dek, kau sasi masih kerja deh? Masih. Hah? Hantu banyu dia tu. Hah? Membersih kolam. നമ്മൾ ഹെൽമെറ്റ് വണ്ടി തന്നെ വെക്കാൻ കേട്ടോ. ഇവിടെ ആരും ഹെൽമെറ്റ് ഒന്നും അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരില്ല. 2 ടൈപ്പിലുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. 3 മീറ്ററും പിന്നെ ഉള്ളത് 1.5 മീറ്ററോ അങ്ങനെ എന്തോ ചെറുത്. നമുക്ക് ചെറുതിൽ പോയാൽ മതി ആദ്യം. കാര്യം രുചിയില്ലല്ലോ, വെറുതെ വെള്ളം കുടിക്കണ്ട ഇന്തോനേഷ്യയിൽ വന്നിട്ട്. bagus ya. Santai. Rokok dulu ya, santai. ആദ്യം ചില്ലാവാന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച. അപ്പോൾ നമ്മൾ നീന്താൻ വന്ന സ്ഥലം ഇതാണ്. ഞാൻ എല്ലാവരും പറഞ്ഞു തൊപ്പിയിടണ്ടെന്ന്. തൊപ്പിയിട്ടില്ലെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ തൊപ്പിയിടുന്നത്, അല്ലാതെ ഫാഷന് വേണ്ടിയിട്ടൊന്നുമല്ല തൊപ്പിയിടുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും പാർക്കാണ് കേട്ടോ. അതെല്ലാം നല്ലപോലെ പരിപാലിക്കുന്നുണ്ട്. ഇത്രയും മരങ്ങളുള്ള സ്ഥലമാണെങ്കിലും അവർ നല്ലപോലെ അതൊക്കെ പരിപാലിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മരമുണ്ട് ഇവിടെ, കുറേ മരങ്ങൾ. അതെല്ലാം നല്ല പ്രായമുള്ള മരങ്ങൾ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളിൻ്റെ കോളേജിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ കുറേ വലിയ പ്രായമുള്ള മരങ്ങളുണ്ടാവുമല്ലോ, അതുമാതിരിയുള്ള മരമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നീന്താൻ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് നീന്താൻ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് ഇതെല്ലാം. കൊച്ചുകുട്ടികൾക്കുള്ള കുളമുണ്ട് ഇവിടെ കേട്ടോ. കുളമല്ലല്ലോ, പൂള്. ഇത് കൊച്ചുകുട്ടികൾക്കുള്ള പൂളാണ്. ഇതിന് എൻ്റെ ഇവിടം വരെ ഹൈറ്റുള്ളൂ കേട്ടോ. ഇവിടം വരെ ഹൈറ്റുള്ളൂ. ചെറിയ കുളമാണിത്. ഞാൻ മിക്കവാറും ഇതിലായിരിക്കും ഇറങ്ങേണ്ടി വരും ആദ്യം. വൃത്തിയാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇതിലാണെങ്കിൽ തീരെ ആളില്ല.
പക്ഷെ അവിടെ ആളുണ്ട്. അതിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉള്ളത്. അതിൻ്റെ അപ്പുറത്ത് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലവും വാഷ്റൂമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുളിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കാനും ജസ്റ്റ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ. നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഈ ചെടി, ബ്ലൂ ചെടി, ബ്ലൂ ഇതുള്ള നല്ല രസമാണ്. എന്താ പറയല്ലോ ഇതിന്? കൃഷ്ണപ്പൂവോ? അപ്പോൾ ഈ പൂവിൻ്റെ പേരറിയാവുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പച്ചമുളക് കൃഷി ചെയ്തിട്ടുണ്ട്. എന്തോ ചെറിയ സാധനങ്ങളൊക്കെ, ഇതെന്തോ ചെറിയൊരു കായാണ്, ഇവർ കഴിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ പേര് പറയാം കേട്ടോ. അപ്പോൾ തൊപ്പിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കേട്ടോ മുടി വെട്ടിയത് കൊണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ അത് ഇടില്ല. ഇതാണ് എനിക്കിപ്പോൾ കോൺഫിഡൻസ്. എനിക്ക് മുടിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ പറയേ ഏതാ വേണ്ടേ, തൊപ്പിടണോ അതോ തൊപ്പിടാത്തയാണോ വേണ്ടത്? കൊസാസി എന്നാ കേട്ടോ പാപ്പാക്കിൻ്റെ പേര്. ക്യാമറ പഞ്ചങ്ങൻ കുളം. ഈ കുളത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ്. കുളം ഇനി ഓക്കെ ഓക്കെ ബോസ്. ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ബോസ് ആണിതെന്നാണ് അയ പറഞ്ഞത്. തിതവിസ മൗച്ചോപ്പ നെഹി നെഹി എന്നെ ആയ കളിയാക്കുന്ന കേട്ടോ, നെഹി നെഹി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറയാ ഇന്ത്യ നെഹി നെഹി. Oh, 1, 2, 3. Segini. Kopinya. Kopi വേണ്ട saya പറഞ്ഞു. Kita enjoy. Renang. Setiap hari enjoy. Tidak ada pekerjaan. പണിയൊന്നും എടുക്കണ്ട, എൻജോയ് ചെയ്തോളാം Full tidak ada pekerjaan. Setiap hari enjoy ya. Oh, ayah ഭയങ്കര നീന്തലാണ്. എന്റെ മോനെ ആയ അടിപൊളി കേട്ടോ. ബാഗുസ് ആയ ഭയങ്കര നീന്തലാട്ടോ. വെള്ളം കയറി വെള്ളം കുടിച്ചാലേ നീന്താൻ പറ്റത്തുള്ളൂ. അത് നീന്തലിന്റെ നിയമമാണ്, വെള്ളം കുടിച്ചാലേ നീന്താൻ പറ്റത്തുള്ളൂ. പക്ഷെ കഷ്ടമാണ് കേട്ടോ പാവം. വെള്ളം കുടിച്ച് കുറെ. ഞാൻ ഇതിനപ്പുറം വെള്ളം കുടിക്കും. ഞാൻ ഇത് ഫുള്ള് വറ്റിക്കും വെള്ളം കുടിച്ച്. ഹാപ്പി. ആർക്കാണ് ഇരിനേഷ് എന്ന് കല്യാണം കഴിക്കണ്ടേ? ഇതുപോലത്തെ ഒരു അമ്മായച്ഛനെ കിട്ടാൻ പാടാണ്. ഇത്രയും സപ്പോർട്ടീവായ, ഇത്രയും ഹാപ്പി മൂഡായ ഒരു അമ്മായച്ഛനെ കിട്ടാൻ പാടാട്ടോ. എന്നെ പറ്റി ചോദിക്കാം കേട്ടോ. ഞാൻ എത്രാമത്തെ മരുമകനാണ്? അയാളുടെ രണ്ടാമത്തെ മരുമകനാണ് ഞാൻ. ആദ്യമായിട്ട് ഞാൻ അണ്ടർ വാട്ടർ വീഡിയോ എടുക്കുന്നത് ഈ ക്യാമറയിൽ. ക്ലിയർ ഉണ്ടോ? ഇവിടെ പോയിട്ടോ. ഇവിടെ കുറെ ആൾക്കാർ നീന്തുന്നില്ല നല്ലപോലെ. ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഇത് 4 മീറ്റർ, ഇത് ഇവിടുന്ന് അത് 4 മീറ്റർ, ഇവിടെ 4 മീറ്ററിലാണ് ആയ ചാപ്പയാ. ഓ ബാഗൂസ് ആയ ദാരിസാന. ഇത് 4 മീറ്ററുള്ള ഹൈറ്റുള്ളതാട്ടോ. അവിടെ നമുക്ക് 1 മീറ്റർ ഉള്ളൂ. ഞാൻ കുളിക്കുന്ന 1 മീറ്ററാണ്. അതാണ്ട് 4 മീറ്ററിൽ വന്നിട്ട് കുഴഞ്ഞിരിക്കുക. ചാപ്പേ ഹാപ്പി. അത് ഭയങ്കര ഹാപ്പി കേട്ടോ, ഭയങ്കര ഹാപ്പി മൂഡില്ല. അതാണ് അയായിട്ട് ഇത്ര കമ്പനി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കും. ഞങ്ങൾ കോമഡി ആയിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കും. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. രാജാവിനെ പോലെ ഇരിക്കുന്നുണ്ട് നമ്മളെ ചുള്ളൻ ചെക്കൻ. എൻ്റെ ബെസ്റ്റിയാണ് ഇവിടുത്തെ. Nika. Dika. Bagus. Nama abang siapa? Faruk. Iya. Tinggal di
Asli dari India. Yo. Tinggal sini. Caledoni. Yo. Caledoni. Dekat Andon Bua. Tahu? Dunia Motors tahu? Workshop, garage. Dekat Dunia Motors. Yo. Hai. Halo, apa kabar? Kita enjoy di sini dengan teman Faruk. നമ്മുടെ ഇന്തോനേഷ്യൻ ഫ്രണ്ടാണ്. My name is Andika. ഈ പൂളിന്റെ സൂക്ഷിപ്പുകാരനാണ്. My friend. Bila unang. Ya. Kuat. Masya Allah, bagus. Reba. Iya. Ini. Reba, ada Reba. Iya. Mana Reba? Nomor Reba. Nomor. Nomor Reba. Oke, aku kirim ke Reba ya. Iya. Tahu dia dengan aku. Iya. Udah ngajar dia. Oh. Dulu. Dulu. Gue ngajar dia, ngajar. Bagus ya, bagus. Namanya apa? Pak Kadil. Pak Adil. Adil nato പേര്. Aku Faruk. Oh. 3. സ്പീഡിന് പോയിട്ടോ, എനിക്ക് കൂടെ പിടിക്കാനൊന്നും പറ്റത്തില്ല, നടന്നു പോകാനേ പറ്റുള്ളൂ. 70 വയസ്സുള്ള ആളാണ് ചുള്ളന്മാരെ കണക്ക് നീന്തി പോകുന്നത്. അങ്ങോട്ടാണെങ്കിൽ 4 മീറ്ററാണ് അവിടെ, 4 മീറ്റർ ഉണ്ട് അവിടെ. അല്ല, അടിപൊളിയായിട്ട് പോകണ്ട, അങ്ങെത്തി. നമുക്കിവിടെ വേറെ കുറച്ച് ഫ്രണ്ട്സും കൂടെ കിട്ടി കേട്ടോ. ദിസ് ഇസ് റഹാൻ, മൈ ഫ്രണ്ട്, ആൻഡ് ദ അതർ വൺ ജോജോ. ഇവരെല്ലാവരും പ്രൊഫഷണൽ സ്വിമ്മേഴ്സ് ആണ് കേട്ടോ. ബിഗിനർ ജസ്റ്റ് ജോക്കിംഗ്. ബിഗിനർ ആണ് കേട്ടോ ഇവരെല്ലാം, സ്വിമ്മിങ് ലെസൺസ്. പക്ഷേ ഗുഡ് സ്വിമ്മേഴ്സ്. ഐ സോ ദാറ്റ് ദേ ആർ ഗുഡ് സ്വിമ്മേഴ്സ്. And I don't know how to swim. Just enjoying the vibe. Okay, so അവരെല്ലാം സീനിയർ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളുമായിട്ട് കുറച്ച് ദൂരെയാണ് അവരുടെ സ്ഥലം, പക്ഷെ എന്നാലും സ്വിമ്മിംഗ് ലെസന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ. അയ വരുന്നുണ്ട് കേട്ടോ എന്നെ വിളിക്കാൻ. ഞാൻ വിറ്റില്ല, അയാതെ അവിടെ നടന്നു വരുന്നുണ്ട് എന്നെ വിളിക്കാനായിട്ട്. ബുക്കാൻ ടുമോറോ, നാളെ വരാം എന്നിട്ട് അയ പറയുന്നത്. Makasih ayah untuk ikut di sini. Guys, Rahman. Bye. Thank you so much. Bye. ചെവിയിലൊക്കെ വെള്ളം കയറി കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി ആക്ടിവിറ്റി ആയിരുന്നു. നിങ്ങൾ ഇന്തോനേഷ്യക്ക് വരുമ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇവിടുത്തെ നീന്തൽ കുളങ്ങൾ കേട്ടോ. ഇവിടുത്തെ കടലുകളും അല്ലെങ്കിൽ നദികളും പോലെ തന്നെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ അടിപൊളിയാണ്, മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇന്തോനേഷ്യക്ക് വന്നാലും ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാരുമായിട്ട് നല്ല കമ്പനി ആവുക, അവർ നല്ല കൂട്ടാവും പെട്ടെന്ന് കേട്ടോ. ഇന്തോനേഷ്യ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കുറച്ച് ഇന്തോനേഷ്യൻ വാക്കുകൾ പഠിക്കുക എന്നുള്ളത്. ആദ്യം തന്നെ സലാമത് പാഗി, ഗുഡ് മോർണിംഗ്, സലാമത് സോറെ, ഗുഡ് ഈവനിങ്, അപ്പോ കബർ, സുഖമാണോ. പിന്നെ അതിൻ്റെ റിപ്ലൈ ആണ് ബൈക്ക് അൽഹംദുലില്ലാ, സുഖമാണ്. അങ്ങനെ ഉള്ള വാക്കുകൾ, ചെറിയ വാക്കുകൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് അവരൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു രസമാണ്. എല്ലാ ആൾക്കാരും, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഹമ്പിളാണ്. ഹമ്പിളല്ലാത്ത ഒരാളേ ഉള്ളൂ. അല്ലല്ല കേട്ടോ, മരുമോനെയും കൊണ്ട് നീന്തിക്കാൻ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോവുക. ആ സ്നേഹവും നോക്കേ. ചെറിയ അല്ല, നല്ല വലിയ വീടുകളാണ് നമ്മുടെ ചുറ്റും. ഇത് അയ്യയുടെ ബോക്സിങ് സ്ഥലമാണ് കേട്ടോ. അയ്യ ഇവിടെ ആയിരുന്നു ബോക്സിങ് പരിശീലിച്ച മുന്നേ. ഇതിൻ്റെ ഉള്ളിലാണ് അയ്യയുടെ റിങ്ങൊക്കെ, ബോക്സിങ്ങിൻ്റെ. നമ്മളപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അയ്യ പണ്ട് ബോക്സറായിരുന്നപ്പോൾ, ഇൻ്റർനാഷണൽ ബോക്സറായിരുന്നപ്പോൾ ഇവിടെ ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത് കേട്ടോ. ഇതാട്ടോ നമ്മളിപ്പോൾ പോയ സ്വിമ്മിംഗ് പൂള്. അതിൻ്റെ മറ്റൊരു സൈഡാണിത്. ഇതാണ് ശരിക്കുള്ള മെയിൻ എൻട്രൻസ്. കണ്ടോ, ഇതാണ് ഫാക്ടറിയിൽ നിന്ന് വരുന്ന വണ്ടികളാട്ടോ. കണ്ടോ, വലിയ ഫാക്ടറികൾ അവിടെ, മൈനിങ്ങും പിന്നെ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അതായത് പുതിയ ബിൽഡിങ് ഫാക്ടറീൻ്റെ. ഇത് കണക്കത്തെ കുറേ ബിൽഡിങ്സ് ഈ ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിലുണ്ട്. അയ ജോലി ചെയ്തിരുന്ന സ്ഥലം കേട്ടോ ഇത്.
ഇവിടെ കേട്ടോ ആയ ജോലി ചെയ്ത സ്ഥലം. അയാളുടെ വർക്ക് ഇവിടെ ആയിരുന്നു. അതെല്ലാം അയാളുടെ കൂടെ ഒപ്പം വർക്ക് ചെയ്തവരാണ്. Hah? Dari pulau Perenang, Perenang. Apa itu, Dek? Oh, iya. Kalau emak aja kalau udah mau maju. Sumpah orang nggak karyawan lagi, ngomongin dari terus. Bahasa Inggris kali lah. Atau bahasa Arab. Masmu? Muhammad Faruk. Faruk? Iya. Itu aja tahu. ഷുഗൽ ഹിന kerja sini ya? Iya. എല്ലാവരുമായിട്ട് വെച്ച് വർത്താനൊക്കെ പറ. Assalamualaikum. Waalaikumsalam. Apa kabar? Baik. Wah, ini sama Indonesia. Iya, sedikit-sedikit. Dari mana? Dari India. India ya? Iya. Jahi. Oh, Hindi. Bahasa Inggris bagus ya? Ya. Bulu. Boleh. നിങ്ങളിട്ട കമൻറ്റുകളൊക്കെ ഇവിടെ ഉള്ള ഇന്തോനേഷ്യക്കാർ വായിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇത് കണ്ടോ. കമൻറ്റ്സ് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല കമൻറ്റ്സ് ഇടുക. അസ്സലാമലൈക്കും. Mantu. ഇവിടുത്തെ ബോസായിരുന്നു മുമ്പത്തെ. അതുകൊണ്ട് എല്ലാവരും എന്നെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്നു ഇവിടെ. ഇതാണ് ഇവിടെ ആയിരുന്നു കേട്ടോ ആയ വർക്ക് ചെയ്ത ഫസ്റ്റ് വർക്ക് ചെയ്ത ഓഫീസ്. ഇവിടെ തന്നെ വണ്ടി കഴിയുന്ന ചുച്ചി മൊബൈലാ സിനി. Bengkel. ഓക്കെ ഗാരേജാണ് കേട്ടോ ഇത്. Bengkel mobil. ഗാരേജാണ്. അവിടെ വണ്ടി കഴിവും വണ്ടി റിപ്പയർ ചെയ്യും എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു കോംപ്ലക്സിൽ ഈ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട്. ഇത് കണ്ടോ പുസരീൻ്റെ ട്രാൻസ്പോർട്ട് ഡിവിഷനാണ് ഇത് കേട്ടോ. ട്രാൻസ്പോർട്ട് ഡിവിഷൻ ട്രാൻസ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഉപ്പക്ക് യൂറിയ എന്ന് നമ്മുടെ ഇതുണ്ടല്ലോ ഫെർട്ടിലൈസർ അത് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത്. അവരുടെ ട്രാൻസ്പോർട്ട് ഡിവിഷനാണ് കേട്ടോ. ഇത് കണ്ടോ വണ്ടി കണ്ടോ ഹയാസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ടൊയോട്ട ഹയാസ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്റ്റാഫിന് പോകാനും വരാനുള്ള വണ്ടിയാണ്. ഗവൺമെൻറ്റിന് തന്നെ ഇവിടെ പലതരത്തിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ് ആട്ടോ. വെള്ളം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതെനിക്ക് ബോക്സിലാക്കി കൊടുക്കുന്നു. പുള്ളിക്കാരനെ കേരളം കാണിച്ചു കൊടുത്തോ കേട്ടോ. അപ്പോൾ കേരളം ഇഷ്ടപ്പെട്ടു. Kerala beautiful. കേരളം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. My name's Aga. അഗ ആണ് കേട്ടോ. ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ മുന്നേ വർക്ക് ചെയ്ത സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതാണ്. അഗ എന്നാണ് പേര്. പുള്ളിക്കാരന് നമ്മുടെ കേരളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. Beautiful. ഓക്കെ ബൈ. See you. എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാട്ടോ. കേരളത്തെ പറ്റി എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും ഇന്ത്യ എന്ന് പറയുമ്പോഴേക്കും നോർത്ത് ഇന്ത്യയിലേ അറിയുള്ളൂ, കേരളം അറിയില്ലല്ലോ. ഇവിടെ നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും നമ്മളെ കാറിൻ്റെ ഇവിടെ വെക്കണം കേട്ടോ. Assalamualaikum. Waalaikumsalam.